ഹായ് ഹലോ നമസ്കാരം. അതിരാവിലെ തന്നെ ഞാനൊരു തട്ടിപ്പ് വീഡിയോ കണ്ട്. അപ്പം ഞാൻ അതൊന്ന് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സ്ഥിരമായിട്ട് മല്ലു ഫാമിലിയിലെ സുജിൻ ഒരു സാമൂഹിക വിപത്തായി മാറുന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധപ്പെടുത്തണം. ഞാനിങ്ങനെ രാവിലെ സ്ക്രോൾ ചെയ്ത് പോയപ്പോണ്ടല്ലോ അതുൽ വ്ളോഗിൻ്റെ ചാനലിൽ ഇത് ഭയങ്കര ചർച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ചർച്ച. ഈ ഗെയിം ആപ്ലിക്കേഷനെ പറ്റിയൊക്കെയുള്ള ഇത് കൊടുക്കുന്നു, അതിൻ്റെ ഇത് കൊടുക്കുന്നു, അതെങ്ങനെ ചെയ്യണമെന്ന് പറയുന്നു, ഒക്കെ ഭയങ്കര കുഴപ്പമാണ്. പിന്നെ അവർ പഴയ മലയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സത്യാവസ്ഥ നമുക്കും അറിയില്ല, അതിൻ്റെ സത്യാവസ്ഥ സുജിന് മാത്രമേ അറിയാവൂ. എനിക്ക് അതിലടക്കമുള്ള കുറച്ച് തെണ്ടികളോട് പറയുള്ളത്, ഈ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ ഇപ്പോൾ അതിലടക്കമുള്ളവർക്ക് ഈ ഗ്രൂപ്പിൽ അംഗത്വം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറ്റിക്കുന്നത്. അതായത് ഒരു യൂണിയൻ, യൂട്യൂബ് ബേസിൻ്റെ യൂണിയൻ. ഇതിനകത്തുള്ളവന്മാർ എന്ത് തന്തയില്ലായ്മ കാണിച്ചാലും ഒരുത്തരും ചോദിക്കത്തില്ല അല്ലേ? ഗെയിം ആപ്ലിക്കേഷൻ ചെയ്ത ആദ്യത്തെ വ്യക്തിയാണോ, യൂട്യൂബറാണോ, അല്ലെങ്കിൽ മില്യൺസ് ഫോളോവേഴ്സ് ഉള്ളവർ വരെ ചെയ്തിട്ട് എന്തുകൊണ്ട് സുജിനെ ഇങ്ങനെ വേട്ടയിടുന്നു? സ്ഥിരമായിട്ട് അയാൾ മുക്കുന്നത്, മൂളുന്നത്, തൂറുന്നത്, പെടുക്കുന്നത്, അയാൾ ഇത് ചെയ്യുന്നത്, അയാളുടെ പോക്കറ്റ് വെക്കുന്ന പേന, ഇതിൻ്റെ വരെ വില അളന്ന് നീയൊക്കെ പോകുന്നതിൻ്റെ കാര്യം എന്താണ്? ഇവിടെ വേറെ ഒരു യൂട്യൂബേഴ്സും ഇല്ലേ? അവരൊന്നും വേറൊരു കുറ്റം ചെയ്യാറില്ല. ഹെലനോസ് പാട്ട ഇത്രയും വലിയൊരു സ്പാം നടത്തിയിട്ട് നിങ്ങൾ എന്താണ് പറഞ്ഞത്? അയ്യോ ഹെലനൊരു അബദ്ധം പറ്റിയെന്ന്. കാര്യം അത് കിക്കിൽ അംഗമാണ്. സുജിൻ അതല്ല. ഇവിടെ നിങ്ങളറിയാം എംഫോടെക് സഹിതമുള്ള എല്ലാ ചാനലുകളും ഇവിടെ കേരളത്തിലെ എംഫോടെക്, അതേ കണക്ക് നമ്മുടെ KL ബിജു ചേട്ടൻ, ഇവരെല്ലാവരും ഈ ഗെയിമിൻ്റെ ഇത് ട്രേഡ് ചെയ്തിട്ടുള്ളവരാണ്. ഇത് പൈസ കിട്ടുന്നതുകൊണ്ടാണ് ചെയ്യുന്നത്, അല്ല നിങ്ങളെ ആരെയും കണപ്പിക്കാൻ വേണ്ടിയല്ല ചെയ്യുന്നത്. അതെന്തുകൊണ്ട് സുജിനെ ചെയ്തൂടാ? ഞാൻ ഇവിടെ കുറച്ച് ഫോട്ടോസ് വെക്കാം. ഇവർ മില്യൺസ് ഉള്ള ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരാണ്. ഇവരൊന്നും ചെയ്താൽ ഒരു മാങ്ങാത്തൊലി ഇല്ലാത്തൊരു കാര്യം. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അടക്കമുള്ള റിയാക്ട് ചെയ്യുന്ന നാറികളോടാണ് പറയുള്ളത്. നീയൊക്കെ വല്ലവൻ്റെ ആസനം എന്നൊക്കെയാണ് ഇങ്ങനെ ജീവിക്കുന്നത്. ഞാൻ അടക്കം വല്ലവൻ്റെയും കോണ്ടന്റിൽ കൈയിട്ടിട്ട് അതിനകത്ത് അപരാധം പറഞ്ഞാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ ഈ നാറി പരിപാടി കാണിക്കുന്നതും പോരാ, ടാർഗറ്റ് ചെയ്യരുത്. ഒരു പ്രത്യേകതരം ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് വരുന്നത്, അവരെ മുക്കിയാൽ, മൂളിയാൽ, തൂറിയാൽ, നിന്നാൽ, പെടുത്താൽ, അവരുടെ പോക്കറ്റ് വെച്ചിരിക്കുന്ന പേനയ്ക്ക് കുഴപ്പം, അവരുടെ സർട്ടിഫിക്കറ്റിന് കുഴപ്പം. നിനക്കൊക്കെ എന്താണ് അവിടെ? ഇവർ മാത്രം ഇവിടെ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിലും വലിയ മാരകമായിട്ടുള്ള ട്രേഡ് ചെയ്ത ഒരാളാണ് ഹെലനോസ് പാട്ട. ആണോ അല്ലയോ? പക്ക തട്ടിപ്പ്. പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തിയ, അതിനകത്ത് ഒരു അംഗത്വം ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിൽ ഹെലനോസ് പാട്ട ഇതിപ്പോൾ നീക്ക് എന്താ പറഞ്ഞു? അയ്യോ ഹെലനല്ലേ, അത് നമ്മുടെ സംഘടനയിൽ അംഗമാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് പ്രേക്ഷകരോടാണ് പറയുന്നത്, നിങ്ങളെ തീറ്റിക്കാൻ വേണ്ടിയല്ല. ഇവിടെ ആരും എത്തിക്സ് നോക്കിയൊന്നും അല്ല ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇവന്മാർ പലപ്പോഴും വന്നിരുന്ന് വീഡിയോ ചെയ്യാറുണ്ട്, അവർ ഇത് ചെയ്യുന്നു, ഇവരിത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും നിങ്ങളിത് കാണുമ്പോഴും നിങ്ങളിത് നെഗറ്റീവ് കമൻറ്റ് ഇട്ടാലും പോസിറ്റീവ് കമൻറ്റ് ഇട്ടാലും ആ ചാനലാണ് റീച്ച്. ആണോ അല്ലയോ? അത്രേ ഉള്ളൂ, അല്ല വേറൊന്നുമില്ല. ആ ചാനലിന് ഓട്ടോമാറ്റിക്കായിട്ട് റീച്ച് വരും. പക്ഷേ ഇവിടെ ചില സംഘടനകൾ ടാർഗറ്റ് ചെയ്ത് ചില ആൾക്കാരെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മല്ലു ഫാമിലി എന്ന് പറയുന്ന ഈ സുജിൻ്റെ കുടുംബത്തിൽ എന്ത് ചെയ്താലും കിട്ടും, എന്ത് ചെയ്താലും. അതിൻ്റെ കാര്യം എന്താണ്? നിൻ്റെയൊക്കെ തന്തയുടെ വകയാണോ യൂട്യൂബ്? ആണോ? ഹെലൻ ചെയ്യുമ്പം ഹെലൻ ഇത്രയും വലിയ ട്രേഡ് തട്ടിപ്പ് തന്നെ നടത്തുമ്പോൾ ഒരു കുഴപ്പമില്ല. ഇവിടെ ഗെയിം ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയത് അതിലും വലിയ തട്ടിപ്പാണോ? എംഫോടെക് വരെ ചെയ്യുന്ന ഈ ഒരു പ്രവണത, അവർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഇവിടെ ഷസാം, അതെന്താ നമ്മുടെ സംഘടനയുടെ അംഗമല്ലേ? ഷസാം ചെയ്യുന്നുണ്ട്, ആർജ ചെയ്യുന്നുണ്ട്, KL ബിജു ചേട്ടൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഈ ട്രേഡ് ചെയ്തിട്ടും നിനക്കൊക്കെ എന്താണ് ഇവരോട് മാത്രം ഇത്ര പ്രശ്നം? അവർക്ക് മുള്ളിയാലും മൂളിയാലും ഒക്കെ പ്രശ്നമാണല്ലോ. അവർ എന്തുവാ സ്വന്തമായിട്ട് കണ്ടന്റ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നില്ലേ? ഞാൻ നീയൊക്കെ അവരൊക്കെ ഇട്ട് തരുന്നതിൻ്റെ ഉച്ചിഷ്ടം കഴിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ഇതിനെപ്പറ്റി ഒരു നല്ല അഭിപ്രായം എനിക്കുമില്ല, മനസ്സിലായില്ലേ? എന്നിട്ട് പോലും ഈ നാറിയ പരിപാടിയും കാണിച്ചുകൊണ്ട് നടക്കുന്ന, ഈ റിയാക്ട് ചെയ്യുന്ന, എന്താ പറയുന്നത്, ഈ ഒരുപാട് പല തന്തയ്ക്ക് ജനിക്കുക എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഫാദർ സിൻഡ്രോം ഒക്കെ ഉള്ള കുറച്ച് ആൾക്കാർ, പ്രത്യേക ആൾക്കാരെ ഞാൻ ടാർഗറ്റ് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, നമുക്ക് പ്രതികരിക്കാനാണെങ്കിൽ എന്തെല്ലാം സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ശരിയാണ്, നമുക്ക് റീച്ച് ഇല്ലാത്തതുകൊണ്ടാണ്, ഞാൻ അടക്കമുള്ള ഒരു റീച്ച് ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അല്ലാതെ ആത്മാർത്ഥം ഉണ്ടെന്നല്ല, പണം കിട്ടുന്ന സംഭവങ്ങളാണ് നമ്മൾ ഇത് റിയാക്ട് ചെയ്യുന്നത്. ആണോ ഇല്ലേ? ഇവിടെ ഈ പറയുമാതിരി അവർ തുണി പൊക്കുന്നു, ഇവർ രാത്രിയിൽ എന്താ പറയുന്നത് പൈസ അടച്ചിട്ടുള്ള തുണിപ്പൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ വീഡിയോ ചെയ്യുന്നു. അവർക്കത് റീച്ചാണ്, അവരത് ആഗ്രഹിക്കുന്നുള്ളൂ, അത് അതിനപ്പുറമൊന്നുമില്ല, റീച്ചാണ്. ഈ പാതിരാത്രിയിൽ നിങ്ങളും പോയിരുന്ന് ഈ സാധനം കാണും, കണ്ടിട്ട് അതിൽ നിന്നൊരു കോപ്പി എടുത്ത് കൊണ്ടുവരും, അല്ല നിനക്കൊക്കെ അയച്ചു തരുന്നതെന്നൊന്നും പറയരുത് കേട്ടോ, അത് തന്നെ കോമഡിയാണ്. അപ്പം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്, ഒരു സംഘടന ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ടാർഗറ്റ് ചെയ്ത് കുറേ ആൾക്കാരെ വളരെ മോശക്കാരാക്കാൻ വേണ്ടി നോക്കുന്നത് ചെറ്റ പരിപാടിയാണ്. സീരിയസ് ആയിട്ടും പറയുന്നത് ഭയങ്കര ചെറ്റ പരിപാടിയാണ്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ കേട്ടോ. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.